ജമ്മുകാശ്മീരിൽ വീണ്ടും മേഘവിസ്ഫോടനം 4 മരണം സ്ഥിരീകരിച്ചു. കത്വ ജില്ലയിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായത്. നിരവധി വീടുകൾക്ക് നാശനഷ്ടം. സ്ഥലത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഹിമാചൽ പ്രദേശിലെ കുളുവിൽ കനത്ത മഴയെ തുടർന്ന് മേഘവിസ്ഫോടനത്തെ തുടർന്ന് മാണ്ഡിയിലെ ചണ്ഡീഗഡ് മണാലി ദേശീയപാത അടച്ചു. വിവരങ്ങളുമായി സ്വാതി ചേരുന്നുണ്ട്. സ്വാതി, കഴിഞ്ഞ ദിവസങ്ങളിൽ ജമ്മുകാശ്മീരിൽ കിസ്ത്വാറിൽ ഇത്തരത്തിലൊരു മേഘവിസ്ഫോടനം ഉണ്ടായി. നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായി, മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇപ്പോഴിതാ കത്വ ജില്ലയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മേഘവിസ്ഫോടനം ഉണ്ടായത്. 4 മരണം സ്ഥിരീകരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? ശ്രീനിധി, ജമ്മു കാശ്മീരിൽ ഇപ്പോൾ തുടർച്ചയായി 3-ാം തവണയാണ് ഇപ്പോൾ മേഘവിസ്ഫോടനം ഉണ്ടാകുന്നത്. കിഷ്ത്വാറിലും അതോടൊപ്പം ബഹൽഗാമിലും കഴിഞ്ഞ ദിവസങ്ങളിൽ മേഘവിസ്ഫോടനം ഉണ്ടാവുകയും അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ജമ്മു കാശ്മീരിലെ കത്വ ജില്ലയിലാണ് മേഘവിസ്ഫോടനത്തിൽ 4 പേർ മരണപ്പെട്ടതായുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. 6 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ ഏരിയ റിമോട്ട് ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ രക്ഷാപ്രവർത്തനം ദുർഘടമാണ്. അതുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിനായി ഇപ്പോൾ ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനയും അതോടൊപ്പം കരസേനയും ഒക്കെയും പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ നദികളിലെയൊക്കെയും ജലനിരപ്പ് ഈ ഒരു മേഘവിസ്ഫോടനത്തെ തുടർന്ന് ഉയരുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ അധികൃതർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഘാട്ടി പ്രദേശത്ത് വീടുകൾക്കൊക്കെയും കനത്ത നാശനഷ്ടം ഉണ്ടാവുകയും മിന്നൽ പ്രളയം തുടരുകയും ചെയ്യുന്ന സാഹചര്യമാണ്. ജമ്മു അതോടൊപ്പം പത്താൻകോട്ട് ദേശീയപാത ഇതിനെ തുടർന്ന് പൂർണ്ണമായും അടച്ചിട്ടുണ്ട്. സമാനമായി തന്നെയാണ് ഹിമാചൽ പ്രദേശിലും കുറെ ദിവസങ്ങളായി മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ കുളുവിലും അതോടൊപ്പം മണാലിയിൽ ഉൾപ്പെടെ മേഘവിസ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്ന് ദേശീയപാത പൂർണ്ണമായും അടയ്ക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. ചണ്ഡീഗഡ് ദേശീയപാത ഇപ്പോൾ അടച്ചിട്ടുണ്ട്. ചണ്ഡീഗഡ് മണാലി ദേശീയപാത ഇപ്പോൾ അടച്ചിട്ടുണ്ട്. അതോടൊപ്പം ദില്ലിയിലും സമാനമായ രീതിയിൽ കനത്ത മഴ തുടരുന്നുണ്ട്. മഴയെ തുടർന്ന് യമുനയിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഹരിയാനയിലെ ഫരീദാബാദിൽ ഉൾപ്പെടെ ഇപ്പോൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നുണ്ട്. നിരവധി ഇടങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് കനത്ത നാശനഷ്ടങ്ങളും മേഘവിസ്ഫോടനങ്ങളുമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നിലവിൽ കിസ്ത്വാറിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ മേഘവിസ്ഫോടനത്തിലും മിന്നൽ പ്രളയത്തിലും 60-ലധികം പേരാണ് മരണപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം 82ഓളം ആളുകളെ ഇതിനോടകം രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നിരവധി പേരെ കാണാതായിട്ടുണ്ട്. അവിടെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് നിരവധി ആളുകൾ എത്തിയതുകൊണ്ട് തന്നെ മരണസംഖ്യ സംബന്ധിച്ച ഇപ്പോൾ ഒരു കൃത്യമായ വിവരം ജമ്മു കാശ്മീർ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. അതിൽ ഇനിയും വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് വിവിധയിടങ്ങളിലാണ് ഇപ്പോൾ മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ശരി സ്വാതി പറഞ്ഞതുപോലെ തന്നെ ജമ്മു കാശ്മീരിൽ ഇപ്പോൾ തുടർച്ചയായി മേഘവിസ്ഫോടനം ഉണ്ടാവുകയാണ്. ഇന്നുണ്ടായ മേഘവിസ്ഫോടനത്തിൽ 4 മരണമാണ് സ്ഥിരീകരിച്ചത്. കത്വ ജില്ലയിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായത്. നിരവധി വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ കിഷ്ത്വാറിൽ ഇത്തരത്തിലൊരു മേഘവിസ്ഫോടനം ഉണ്ടാവുകയും 60ഓളം ആൾക്കാർ മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. സ്ഥലത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഹിമാചൽ പ്രദേശിലെ കുളുവിൽ കനത്ത മഴ തുടരുകയാണ്. കനത്ത മഴയെ തുടർന്ന് ഹിമാചൽ പ്രദേശിലും മേഘവിസ്ഫോടനം ഉണ്ടായി. മേഘവിസ്ഫോടനത്തെ തുടർന്ന് മാണ്ഡിയിലെ ചണ്ഡീഗഡ് മണാലി ദേശീയപാത അടയ്ക്കുകയും ചെയ്തു. സ്വാതി സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.